ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉച്ച മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ഒരു ലീക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കൂടി നന്നാക്കണം. അപ്പം ഞാൻ ആദ്യം പോയിട്ടില്ലേന്നു കേട്ടോ. മക്കൾ ഉറക്കിയതിന് ശേഷം ഞാൻ പോയത്. അപ്പം ഞാൻ എണീറ്റപ്പോഴത്തേക്ക് പിന്നെ കുട്ടികളും എണീറ്റു കേട്ടോ. അപ്പം പിന്നെ ഇതാ 2 പേരും എടുത്തിട്ട് ഇനിയിപ്പോൾ നന്നാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, അധിക വീഡിയോസിലും വാഷ് ബേസിൻ്റെ ഉള്ളിൽ ഒരു ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലീക്കും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ബക്കറ്റ് വെക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ MCയിലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സൈഡിൽ കൂടെ എന്തെങ്കിലും ടൈല് പൊട്ടുകയോ മറ്റോ ചെയ്തിട്ടാണ് ഈ ലീക്കിങ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് കേട്ടോ, ഇത് ടൈലിൻ്റെ ലീക്കും കാര്യങ്ങളൊന്നുമല്ല, പൈപ്പിൻ്റെ തന്നെ ലീക്കാണെന്ന് പിന്നെയാട്ടോ മനസ്സിലായത്. കാരണം ഇത് ഉള്ളിലേക്കായിരുന്നു കേട്ടോ ഈ പൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിൽ കൂടിയാണ് ലീക്കിങ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചുമരൊക്കെ ഫുള്ളും നനവ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിൻ്റെ ഒക്കെ കരച്ചിട്ടുണ്ട്. കാരണം ആൾക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ പൈപ്പുമ്മ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഇച്ചു അതൊക്കെ കൂടിയിട്ട് ഇതായുള്ള മാഗീൻ്റെ ഇതും അതുപോലെ തന്നെ പൊരിയൊക്കെ എടുത്തിട്ട് ഫുള്ള് ഇതാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങളൊന്ന് പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പം പിന്നെ അതുപോലെ തന്നെ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് ഇനിയും നോക്കണം. അപ്പോൾ ഇത് എടുക്കലും തന്നെയായിരുന്നു കേട്ടോ പണി. ഈ ഒരു സമയത്തും കണ്ടില്ലേ, ആ ഒരു നമ്മൾ തുറക്കുന്ന ആ ഭാഗത്തായിട്ട് പിന്നെയും ലീക്കിങ് ഉണ്ട്. അപ്പോൾ അന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ മുമ്പ് അതായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പം വേറെ പൈപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച ആ പൈപ്പിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഈ പുതിയ പൈപ്പ് വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് പൈപ്പിൻ്റെ കുഴപ്പമില്ല, ഉള്ളിലുള്ള PVC പൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൊണ്ടാണ് ഇത് ഇങ്ങനെ ലീക്കാവുന്നത് എന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ പൈപ്പൊക്കെ മുറിച്ച് വേറെ എക്സ്റ്റൻഷനൊക്കെ പോയിട്ട് മേപ്പാടി പോയി വാങ്ങിയതുണ്ട് കേട്ടോ. ഇതൊക്കെ 12:30 ശേഷമാണ് കേട്ടോ. ഇന്നിപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ താത്തയും സെലിക്കാക്കിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പം കല്ലാടിയിൽ നേർച്ചയായിരുന്നു. അപ്പം ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചെല്ലാന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ പൈപ്പുമ്മ കൂടിയോണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കാക്കിയും കൂടി ഇതാക്കാണ്ട്. അപ്പോൾ ടൈറ്റിൽ കാക്കാനോട് ഇപ്പുറത്ത് പിടിക്കാൻ ആൾ പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൈപ്പിൻ്റെ പണിയൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 4 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ ബ്രദറും ഉമ്മയൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മേഘാലയ. അപ്പോൾ ഇച്ചുവിന് കുറച്ച് വണ്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാറൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യം തന്നെ കൊടുത്തു. പിന്നെ അവർ കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ കിട്ടിയപ്പം. പിന്നെ എനിക്കൊരു ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചുരിദാറുണ്ട്. പിന്നെ ഇക്കാക്കൊരു ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ എന്താക്കി, ഞാൻ ചായ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ മോഡൽ എന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ. ആദ്യം ഇതിൻ്റെ പേരറിയുന്നത് ഇപ്പം മറന്നുപോയി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചായയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം കുട്ടികളൊക്കെ വന്നപാട് പിന്നെ നേർച്ചച്ചോറുണ്ടല്ലോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഉമ്മയും അവരൊക്കെ വന്നപ്പം പിന്നെ ചായയും അതുപോലെ തന്നെ കേക്കും മിച്ചറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എണ്ണക്കറി ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്ര നേരം പണിയുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ആക്കി വെച്ചു. പിന്നെ ഉമ്മാക്കും കുഞ്ഞാനൊക്കെ വേഗം തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള ഇതന്നെ ആക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ പുറത്തു കൂടെയൊക്കെ ഇവർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ പിന്നെ താത്ത എടുത്തുകൊണ്ട് പിന്നെ ആളെ ഇടങ്ങേറാക്കിയിട്ടുണ്ടല്ലേ. പിന്നെ നിലത്തേക്കാണ് ഫുൾ കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും കൂടി വാർത്തയോ സിനിമയോ എന്തൊക്കെയാണ് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ടേബിളിന്മേൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്ലാസ്സിലായിട്ട് ഞാനിങ്ങനെ ഒഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്ലാടി നേർച്ചയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല കേട്ടോ. ഉമ്മയൊക്കെ അല്ലെങ്കിൽ പിന്നെ രാവിലെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ, വൈകുന്നേരമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഉച്ച സമയത്തൊന്നും എന്തായാലും ഇറങ്ങിയിട്ടില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. രാവിലെ നല്ല മഞ്ഞും തണുപ്പായിരിക്കും, ഉച്ചയായാൽ ഭയങ്കര വെയിലും ആയിരിക്കും കേട്ടോ. ഉച്ചയല്ല, ഒരു 10 മണിക്ക് ശേഷം ഭയങ്കര വെയിലും ആയിരിക്കും കേട്ടോ. ഇപ്പൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെ ക്ലൈമറ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇച്ചുവിന് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കണം എന്നുള്ള വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. ആളെപ്പോഴും ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ചായ ആണെങ്കിലും ചോറാണെങ്കിലൊക്കെ കഴിക്കട്ടോ. കസാരമേൽ ഇരിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ പോയിട്ടോ. അവരെത്തുമ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു കേട്ടോ. ഒരു പറഞ്ഞു നമ്മൾ ഇറങ്ങട്ടെ, കാരണം ഇനിയിപ്പം മഗ്‌രിബ് 6 ആകുമ്പോഴത്തേക്ക് കൊടുക്കുമല്ലോ. അപ്പോഴത്തേക്ക് അവരിന്നാ പോട്ടെ എന്നിട്ട് അവരങ്ങനെ ഇറങ്ങി. അപ്പോൾ എനിക്ക് സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്തോ ഡ്രസ്സൊക്കെ. അങ്ങനെ ഓരോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഓന് നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്നുണ്ടായി തീരുമാനമായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് വേഗം ഇന്നെല്ലാവർച്ചാലും പോയിട്ട് വരാമെന്ന് കേട്ടോ. നമ്മൾ അധികം പോകുന്ന സ്ഥലമാണ് കേട്ടോ, നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ പോകുന്ന സമയം കൊണ്ട് കാക്കാൻ്റെ വണ്ടിൻ്റെ കർട്ടനുകളൊക്കെ ഒന്ന് താത്തുകയാണ് കേട്ടോ. കാരണം പൂച്ചകൾ കയറിയിട്ട് സീറ്റൊക്കെ നാശമാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് താത്തുന്നുണ്ട്. പിന്നെ സെലിക്കാക്കിയും പിന്നെ റിച്ചൊക്കെ പിന്നെ ബുള്ളറ്റിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കാറിലും കൂടി പോവുകയാണ്.
പിന്നെ നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പിന്നെ നല്ല സൺസെറ്റ് കാണുകയും ചെയ്യാം നമുക്ക്. പിന്നെ വെറുതെ ഇരുന്നിട്ട് ഈ ലവേഴ്സിനെയൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ സംസാരിച്ചിരിക്കാനൊക്കെ. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നമുക്ക് ഈ ചായയും സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം. ഉച്ച സമയത്തൊന്നും പോകുന്നത് പറ്റൂല കേട്ടോ, കാരണം നല്ല വെയിലായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഒന്നെല്ലാം അരച്ചാൽ. അപ്പോൾ ഈ വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലോണം പറ്റും. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ, ഓരോ കഥകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കഥകളും പറയുന്നുണ്ട്. പിന്നെ ഇക്ക മീൻ പിടിക്കാൻ പോയ കഥ, കാരണം ഈ ഒരു ഭാഗത്തായിട്ടുള്ള ആ ഒരു കാരാപ്പുഴ ഡാമിൻ്റെ അതാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ടൈം ചെയ്യുന്നു കേട്ടോ, സൺസെറ്റിൻ്റെ സമയമായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സൂര്യനെ കാണാൻ നല്ല ചോന്ന് തൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ട് വേഗം പിക്ക് എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 പിക്ക് എടുത്തപ്പോഴേ പിന്നെ സൂര്യൻ അങ്ങോട്ടേക്ക് താന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ചൊന്ന് ലേറ്റായി, കാരണം ഞങ്ങൾ കുറച്ച് നേരം സെലിക്കാക്കാനൊക്കെ കാത്തുനിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെലിക്കാക്ക അപ്പോഴത്തേക്ക് റിപ്പണിൽ പോയിട്ട് ആ നേർച്ച ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡിലേ ആയിട്ടോ, സമയം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ എത്താനും കുറച്ച് ലേറ്റായി. പക്ഷേ അതേ ലേറ്റ് ആയിട്ടൊന്നുമില്ല, ഇത് തന്നെയാണ് കേട്ടോ കറക്റ്റ് സമയം. കാരണം നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു, വെയിലും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മക്കളെ ഒപ്പം നിന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ ഇച്ചുവിൻ്റെ അതിൻ്റെയൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേങ്കിൽ അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓരോക്കെ എടുത്തിട്ട് പിന്നെ മക്കൾ പറഞ്ഞു, റിച്ചു സച്ചു മുത്തൊക്കെ പറഞ്ഞു നമുക്ക് താഴോട്ടേക്ക് പോവാം, ആമ്പിൽ പറിക്കുക. കാരണം എല്ലാവരും പോയിട്ട് ആമ്പിൽ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരും ഇതിൻ്റെ മുമ്പ് കുറച്ചായിട്ട് സാജിക്കാനൊക്കെ ഒപ്പം വന്നപ്പോഴാണെങ്കിലും അവിടെ കുളത്തിലിറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിലിറങ്ങിയിട്ട് അവർ ആമ്പലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മൾ തന്നെ ഇറങ്ങി പറിച്ചത്. അപ്പം നമുക്ക് ഇതാ പോയിട്ട് പറിക്കാന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് നിലത്ത് കടന്നിട്ട് സച്ചുവിനൊരു ആമ്പൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കാണിച്ചിരിയാണ്. പിന്നെ അവർ 3 ആളും കൂടിയിട്ട് എന്നെ അങ്ങോട്ടേ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഇക്കൊന്നും വന്നിട്ടില്ല, ഇക്കും താത്തയും സെലിക്കാക്കിയൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. താത്താക്ക് താഴോട്ടേക്ക് ഇറങ്ങിയാൽ പിന്നെ മുകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇറങ്ങുമ്പം പേടിയാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ മുത്തുത പെട്ടെന്ന് തന്നെ പാൻ്റെ കൂരിയാണ് കേട്ടോ. ആൾ പറഞ്ഞു ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി ചെയ്യുന്നു കേട്ടോ, കാരണം താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇടങ്ങാറല്ലേ ചോദിച്ചു. പക്ഷേങ്കിൽ ആൾ പറഞ്ഞു ഞങ്ങളെന്ന് സാജിക്കാനൊപ്പം വന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല മേമ, അധികം ആയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഒരു ആശ്വാസമായിട്ടോ. അപ്പോൾ ഓനിത് ഇറങ്ങിയിട്ട് ഒരു 2-3 ആമ്പല് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ ഇറങ്ങിയ സമയത്ത് ഇച്ചും കൂടി പാൻ്റൊക്കെ ഊരാൻ വേണ്ടി നോക്കിയിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇറങ്ങുന്നുണ്ട് മുത്തൂൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ എങ്ങനെയൊക്കെയോ ഓനൊന്ന് അടക്കിയിട്ട് പിന്നെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൻ അമ്പല് പറിച്ചപ്പം പിന്നെ പെട്ടെന്ന് തന്നെ വായിച്ചു പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ 2 കുട്ടികൾ വന്നിട്ട് മുത്തൂനോട് ചോദിച്ചു ഞങ്ങൾക്കും കൂടി ഒരു ആമ്പല് പറിച്ചു തരുമോ ചോദിച്ചപ്പോൾ മുത്തു പറഞ്ഞു ആ പറിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു ആമ്പല് ഓർക്കും പറിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു ചെങ്ങാടത്ത് കൂടെ അപ്പുറത്ത് അക്കരയിൽ ഇങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ് കേട്ടോ. അപ്പം അവർക്ക് മാത്രമാണ് കേട്ടോ കയറാൻ പറ്റുള്ളൂ തോന്നിട്ട്, നമുക്ക് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി മുകളിലേക്ക് പോയിട്ട് മുകളിലേക്ക് പോയി എല്ലാവരും ഒപ്പം ഇരിക്കുക, കുറച്ച് നേരം സംസാരിക്കുക, ഒരു ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതിൽ പോകാണ്ട്. അപ്പോൾ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലോണം വിരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് വിരിഞ്ഞു വരുന്നതായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതെൻ്റെ കോമഡി പറയണ്ട, ഇതനെ പുല്ലിലിരുത്ത സമയത്ത് ആൾ ഫുള്ള് പുല്ലൊക്കെ നല്ലോണം പറിച്ചിട്ട് വായിലേക്ക് ഇടുക എന്നൊക്കെ പറയുന്നു കേട്ടോ താത്ത. പിക്കും സെലിക്കാക്കിയും താത്തിയെന്നു കേട്ടോ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി പിന്നെ റിച്ചു ആണെങ്കിലും സച്ചു ആണെങ്കിലൊക്കെ പൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ അവരൊക്കെ. പിന്നെ നമ്മളിങ്ങനെ പറയുമായിരുന്നു ഇറങ്ങിയതൊക്കെ. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് കേട്ടോ താഴോട്ടേക്ക് ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഓരൊക്കെ മുകളിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു മുത്തു ഇറങ്ങിയതൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് എന്തെങ്കിലും 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്നുണ്ട്. അങ്ങനെ പിന്നെ നിലത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് സിംഗിൾ ആയിട്ടുള്ളത് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, എനിക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസ് വേണം കേട്ടോ. സ്റ്റാറ്റസ് ഇട്ടാലും ഇല്ലെങ്കിലും എൻ്റെ 2-3 ഫോട്ടോസ് എടുക്കണം, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കുന്നതെന്ന് വെച്ചാൽ. അങ്ങനെ തന്നെ ഫാമിലി ഫോട്ടോസും നമ്മളെല്ലാവരും എന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇനി ഇവിടെ ഇരിക്കേണ്ട വിചാരിച്ചിട്ടോ, കാരണം നല്ലോണം ഇനി ഇരുട്ടായ ഇടങ്ങാറില്ല മക്കളെയൊക്കെ കൊണ്ട്. പിച്ചു ആണെങ്കിൽ തീരെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഓനൊന്തി വലിച്ച് കൊണ്ടുപോയി. പിന്നെ മുകളിലെത്തിയപ്പോഴത്തേക്ക് കടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്കവട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുകളിലെത്തുമ്പോഴത്തേക്ക് സെലിക്കാക്കിയും സച്ചുമൊക്കെ പക്കവട ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്കും തന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ഇറങ്ങിയത് തന്നെ നമ്മൾ ചായയും കടിയൊക്കെ കുടിച്ചിട്ടില്ല. അപ്പം പിന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ലോണം തണുത്തെന്തെങ്കിലും വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ നോക്കി അപ്പോൾ ഈ സർബത്തൊന്നും ഇല്ല ചേച്ചി, സർബത്ത് കഴിക്കാനായിരുന്നു കേട്ടോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സർബത്തൊന്നും കിട്ടില്ല. അപ്പം മിനിക്ക് പറഞ്ഞു നമുക്ക് എന്നാൽ പോകുന്ന വഴിക്കിൽ സ്പ്രൈറ്റോ 7-അപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറി. പിച്ചു ബുള്ളറ്റിലായിരുന്നു കേട്ടോ കയറിയത്. നേരത്തെ റിച്ചു അല്ലേന്നോ കയറിയിട്ടുണ്ടായിരുന്നു, ഇപ്പം സച്ചു കേട്ടോ. നേരത്തെ സച്ചു ആയിരുന്നു, ഇപ്പം റിച്ചും കയറി. അങ്ങനെ പിന്നെ വീട്ടിലെത്തി. പിന്നെ അവർ പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വിടാന്ന് കേട്ടോ.
നമുക്ക് വേഗം നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് രാത്രി ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ പിറ്റേ ദിവസം മുത്തുവിന് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു മലയാളമായിരുന്നു, അപ്പം പിന്നെ പഠിക്കേണ്ട വലിയ ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. മലയാളം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അവർ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ആടുതാ ചെറുനാരങ്ങയും പുതിനേൻ്റെ ഇലയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ആക്കാൻ കേട്ടോ. അങ്ങനെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ മുറിക്കുന്നുണ്ട്. പിന്നെ ഇത് കുടിച്ചിട്ട് ഇനിയിപ്പം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ വേഗം ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇച്ചും കൂടി അവിടെ ഇരുന്നിട്ട് ചെറുനാരങ്ങയൊക്കെ പിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓനിക്കൊക്കെ അറിയുന്ന പോലെ അവൻ പെട്ടെന്ന് തന്നെ ചെയ്യാണ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചു പിന്നെ മക്കളില്ലോണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സച്ചു റിച്ചുവൊക്കെ വീട്ടിലുണ്ടായിരുന്നു. മുത്തൂനെയായിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. റിച്ചു ഉണ്ടായിരുന്നു തോന്നിട്ടോ. റിച്ചു ആണോ അല്ല, റിച്ചും സച്ചു ഇവിടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ പോവാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ ഇച്ചുവിനും പോകണം എന്ന് പറഞ്ഞിട്ട് ആളൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര് വന്നാലും പോവാന്ന് പറയുമ്പം ഇച്ചുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എവിടെ പോകാനും ആൾ മുമ്പിലുണ്ടാകും. വീട്ടിലിരിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ ഇച്ചു. അതിപ്പോൾ ഇനിയിപ്പം ഇൻഷാല്ലാ ഏതൊക്കെ വലുതായി വരികയാണെങ്കിലും ആളങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാ മക്കളും അതുപോലെ തന്നെ ആയിരിക്കുന്ന കേട്ടോ എനിക്ക് തോന്നുന്നത്. പോവാനായിരിക്കും എല്ലാ മക്കൾക്കും ഇഷ്ടം. വീട്ടിലിരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും കേട്ടോ അധിക പേരും. അങ്ങനെ അവർ പോകുന്നൊക്കെ നോക്കി. പിന്നെ ഇതാ ഞാൻ ഇവിടെ എസനെയും മടിയിലിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ എസയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയിട്ടോ. അപ്പം തന്നെ മനസ്സിലാക്കി ആക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകാനെന്ന്. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. കാരണം കറി ഇല്ലായിരുന്നു, ചോറൊക്കെ ഉണ്ട്. അപ്പോൾ കറിയൊന്ന് വെക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ഇതാ പോപ്കോണൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടിയിട്ടും പോപ്കോണൊക്കെ കഴിക്കാനുണ്ടോ. പിന്നെ ടി വി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടി വി ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം തന്നെ ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ വിശേഷം. നനച്ചുള്ളി കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ വിശേഷമായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.